ആദ്യ ട്രൈമസ്റ്റർ അവസാനിക്കാറാവുകയാണ് 10ാം ആഴ്ച ആകുമ്പോഴേക്കും. ചില ഗർഭിണികൾക്ക് ഇതുവരെയുള്ള പല ലക്ഷണങ്ങളും ഇല്ലാതാവുകയും മറ്റു ചിലർക്ക് പുതിയ ലക്ഷണങ്ങൾ വരികയും ചെയ്യാറുണ്ട്. ഗർഭകാലത്തിലെ ഓരോ മാറ്റങ്ങളിലും ഏറെ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. 10ാം ആഴ്ച എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു മാറ്റത്തിലേക്ക് എത്തുന്ന സമയമാണ്. 10ാമത്തെ ആഴ്ചയിലെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. കുഞ്ഞിന്റെ വളർച്ചയാണ് ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ പ്രത്യേകത. വൃത്താകൃതിയിലുള്ള തല, കണ്ണുകൾ, വിരലുകൾ, കാൽ വിരലുകൾ, പല്ല് എന്നിങ്ങനെയുള്ള നിരവധി ചെറിയ വികാസങ്ങളോടെ കുഞ്ഞൊരു മനുഷ്യരൂപത്തിലേക്ക് എത്തുകയാണ്. ആന്തരിക അവയവങ്ങളെല്ലാം യഥാസ്ഥാനത്ത് നിലയുറപ്പിക്കുന്നു. 1 ഇഞ്ച് മാത്രമായിരിക്കും കുഞ്ഞിന്റെ വലിപ്പം. വരും ആഴ്ചകളിലായിരിക്കും അമ്മയുടെ വയറ് കാണാൻ തുടങ്ങുന്നത്. ഇനി കുഞ്ഞിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആ ചെറിയ തല ഒരു വൃത്താകൃതിയിലുള്ള മനുഷ്യരൂപം കൈവരിക്കുന്നു. ഇപ്പോൾ എല്ലാ ആന്തരിക അവയവങ്ങളും കൃത്യമായ സ്ഥലത്തെത്തുകയും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. കുഞ്ഞിന്റെ ചെറിയ പല്ലുകളും കാൽവിരലുമൊക്കെ വളരാൻ തുടങ്ങിയിരിക്കുന്നു. ഓരോ വിരലിനും കാൽവിരലിനും ഇടയിൽ ഉണ്ടായിരുന്ന വലകൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നു. കുഞ്ഞിന്റെ കണ്ണുകൾ, കൺപോളകൾ, ചെവികൾ എന്നിവ വികസിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവ പൂർണ്ണമായി രൂപപ്പെടുന്നതിന് മുമ്പ് അവയ്ക്ക് ഇനിയും വളരേണ്ടതുണ്ട്. ഗർഭാവസ്ഥയുടെ 10ാമത്തെ ആഴ്ചയിൽ നിങ്ങൾ ഗർഭാവസ്ഥയുടെ 3ാമത്തെ മാസത്തിലായിരിക്കും. ഈ 10ാമത്തെ ആഴ്ചയിൽ ഗർഭിണികളിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്ന് നോക്കാം. ഗർഭിണിയായ 10 ആഴ്ചയിൽ നിങ്ങളുടെ ഗർഭപാത്രം ഒരു വലിയ ഓറഞ്ചിന്റെ വലുപ്പത്തിലായിരിക്കും. എന്നാൽ നിങ്ങൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് അതൊരു ചെറിയ പിയറിന്റെ വലുപ്പമായിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒന്ന് രാവിലെയുള്ള ബുദ്ധിമുട്ടുകളാണ്. വയറുവേദന, ഓക്കാനം, രാവിലെയുള്ള പല ബുദ്ധിമുട്ടുകളും ഈ അവസ്ഥയിൽ ഉണ്ടാകും. ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും ഈ യാത്രയിൽ നിങ്ങൾ തനിച്ചല്ലെന്ന് ഓർക്കണം. പിന്നീടുള്ളത് വൃത്താകൃതിയിലുള്ള ലിഗ്മെന്റ് വേദനയാണ്. ഗർഭാവസ്ഥയുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ലക്ഷണമാണിത്. വൃത്താകൃതിയിലുള്ള ലിഗ്മെന്റുകൾ ഗർഭാശയത്തെ പിന്തുണയ്ക്കുന്ന ടിഷ്യൂ ബാൻഡുകളാണ്. ഗർഭകാലത്ത് നിങ്ങളുടെ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് അവ വലിച്ചു നീട്ടുകയും മൃദുവാവുകയും ചെയ്യുന്നു. ഗർഭിണിയായി 10ാമത്തെ ആഴ്ചയിൽ ഈ ലിഗ്മെന്റുകൾ മുറുകുമ്പോൾ ഉറക്കത്തിൽ പൊസിഷൻ മാറുന്നതനുസരിച്ച് വേദന അനുഭവപ്പെടും. ചെറിയ സ്ട്രെച്ചുകൾ, അതുപോലെ ലളിതമായ വ്യായാമങ്ങൾ എന്നിവ ഈ വേദന മാറാൻ സഹായിക്കും. വേദന തുടരുകയോ പനി ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. പിന്നെയുള്ള മാറ്റം എന്തെന്നാൽ നേരിയ തോതിൽ നിങ്ങളുടെ ഭാരം വർദ്ധിക്കാൻ തുടങ്ങും. വസ്ത്രങ്ങൾ ചെറിയ രീതിയിൽ ഇറുകുമെങ്കിലും ഗർഭകാലത്ത് ഭാരം കൂടുമെന്ന സത്യാവസ്ഥ മനസ്സിലാക്കുക. പിന്നെയുള്ളത് ക്ഷീണമാണ്. എപ്പോഴും ഉറങ്ങാനായിരിക്കും തോന്നുന്നത്. ശരീരത്തിലെ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണിന്റെ അളവ് വർദ്ധിച്ചതാണ് ഇതിന് കാരണം. ഗർഭിണിയായിരിക്കുമ്പോൾ എപ്പോഴും ഉറങ്ങുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. ഉറക്കം പ്രധാനമാണെങ്കിലും ആവശ്യത്തിന് മാത്രം ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഗർഭധാരണ സമയത്ത് ഇടയ്ക്കിടെ തലവേദന ഉണ്ടാകും. ഇരുട്ടത്ത് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വേദന ഒഴിവാക്കാൻ സഹായിക്കുന്നതിന് തലയിലോ കഴുത്തിലോ ഐസ് പാക്ക് വെക്കാം. തലവേദന തുടരുകയോ കഠിനമാവുകയോ ചെയ്താൽ ഡോക്ടറെ കാണുക. മറ്റൊന്ന് മൂഡ് സ്വിങ്സ് ആണ്. 10 ആഴ്ച ഗർഭിണിയായിരിക്കുമ്പോൾ ഹോർമോണിലെ മാറ്റങ്ങൾ കാരണം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. സുഹൃത്തുക്കളുമായി ചാറ്റ് ചെയ്യുന്നതിലൂടെയോ തമാശയുള്ള TV ഷോകളോ സിനിമകളോ കണ്ട് സ്വയം സന്തോഷിക്കാൻ ശ്രമിക്കണം. ഗർഭിണികൾക്കുള്ള സുരക്ഷിതമായ മസാജ് ടെക്നിക്കുകളെ കുറിച്ച് അറിയാവുന്ന ഒരു പരിശീലനം ലഭിച്ച മസാജ് തെറാപ്പിസ്റ്റിനെ തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ യോനി ഡിസ്ചാർജ് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സാധാരണ ഡിസ്ചാർജ് വെള്ള നിറത്തിലായിരിക്കും കാണുക. മണമില്ലാത്തതും അടിവസ്ത്രത്തിൽ ചെറുതായിട്ടും കാണപ്പെടാം. ഗർഭിണിയായ 10 ആഴ്ചയ്ക്കോ അതിനുശേഷമോ ഡിസ്ചാർജിൽ രൂക്ഷമായ ദുർഗന്ധമോ നിറമോ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ, അല്ലെങ്കിൽ യോനിയിൽ നിന്ന് സ്പോട്ടിംഗ്, രക്തസ്രാവം, ചൊറിച്ചിൽ എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറെ കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ പൊതുവായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് മുഖക്കുരു. ഗർഭാവസ്ഥയിലുള്ള മുഖക്കുരു ഹോർമോണുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷണമാണ്. കുഞ്ഞ് ജനിച്ച ഉടൻ ഇത് അപ്രത്യക്ഷമായേക്കും. അതുപോലെ 10ാമത്തെ ആഴ്ചയിൽ വയറിൽ ചെറിയ രീതിയിൽ വലിപ്പമുണ്ടാകുമെങ്കിലും ചിലർക്ക് ഇത് ഉണ്ടാകണമെന്നില്ല. ഇരട്ട കുട്ടികളാണെങ്കിൽ പോലും 12 മുതൽ 16 ആഴ്ച വരെ ബേബി ബമ്പ് ചിലപ്പോൾ കാണില്ല. ഗർഭപാത്രം നിങ്ങളുടെ പെൽവിസ് ഏരിയയ്ക്ക് പുറത്തേക്ക് നീങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. കുഞ്ഞിന് ഒരു സ്ട്രോബെറിയുടെ വലുപ്പം മാത്രമായിരിക്കും ഉള്ളത്. 10ാം ആഴ്ചയിൽ കുഞ്ഞിന് വലുതായി ചലനമുണ്ടാകില്ല. ഇനി എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. കാപ്പി ഒഴിവാക്കുക. കാപ്പി അധികമായി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഗർഭധാരണം പുരോഗമിക്കുമ്പോൾ ഗർഭാശയം വളരുന്നതനുസരിച്ച് ഭാരം നിങ്ങളുടെ ശരീരത്തിന്റെ താഴത്തെ ഭാഗങ്ങളിലേക്കുള്ള രക്തപ്രവാഹത്തെ തടസ്സപ്പെടും. ഇത് കാരണം കാലുകളിലെ ഞരമ്പുകൾ വീർത്തതും വ്രണവും നീലയുമാകാം. വെരിക്കോസ് സിരകൾ തടയാൻ കഴിയില്ല. എന്നാൽ അസ്വസ്ഥത ലഘൂകരിക്കാനും അവ മോശമാകുന്നത് തടയാനും എന്തെങ്കിലും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. അതുപോലെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടെൻഷനും കാര്യങ്ങളും ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. അപ്പോൾ ഇത്രയുമാണ് 10ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിനുണ്ടാകുന്ന മാറ്റങ്ങളും അമ്മയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.